5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബീഫ് സ്റ്റീം ചെയ്ത് എന്തായെന്ന് അറിയില്ല. നമുക്ക് തുറന്ന് നോക്കാം. അതെ, നമുക്ക് എല്ലാം കരുതാം. അയ്യോ, ഇല്ല അമ്മ അടിപൊളി സംഭവം. ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഓപ്പറേഷൻ ആയിട്ട്, ഒരു അടിപൊളി ഓപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഫുൾ ബീഫിനെ നമ്മൾ സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാൻ പോകുന്നു. വേവിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന മസാല വന്നിട്ട് അതിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം മസാല തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ ബീഫ്. അപ്പോൾ നമ്മൾ ഈ ബീഫിനെ 2 പീസായിട്ട് കട്ട് ചെയ്യാൻ പോകണം. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനിങ്ങനെ വിരിച്ചിടും. അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബീഫിൻ്റെ മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ഒരു 12 മണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ തണുപ്പൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്യാനൊരു കട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ബീഫിനെ അങ്ങോട്ട് പൊളിക്കുന്നത്. ഇതാ ബീഫിൻ്റെ ഈ സൈഡ്, ഈ സൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇനി മസാലയൊക്കെ ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫിന് യൂസ് ചെയ്യുമ്പോൾ മസാല കുറച്ച് വെറൈറ്റിയാണ്. നമ്മൾ ചിക്കനിലും മീനിലും യൂസ് ചെയ്ത മസാലയിൽ നിന്ന് കുറച്ച് വെറൈറ്റി മസാല. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കാണണം, കാരണം അതൊരു സ്പെഷ്യൽ മസാല ബീഫിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മുടെ സ്വന്തം ബട്ടർ നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ബീഫിന് മസാലയിൽ ഒരു സ്പെഷ്യൽ 10 സ്പൈസസ് ഉണ്ട്. അപ്പോൾ 10 സ്പൈസസിനൂടെ കസൂരി മേത്തി കൂടി ഉണ്ട്. നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അല്ലേ സുഖല്ലേ? ഇതേ ബട്ടറിൻ്റെ കൂടെ ഒന്ന് അലിഞ്ഞ് പോട്ടെ. ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ നമുക്ക് ഒരു തുണി അങ്ങോട്ട് വിരിച്ചിട്ട് ആ ബട്ടർ മസാല അങ്ങോട്ട് കൊട്ടാം. അതെ, കുഴി ഉണ്ടാക്കി. ഫുൾ മസാല നമ്മൾ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇഡ്ഡലി ചട്ടീൻ്റെ ഒരു ഇഡ്ഡലിൻ്റെ ഇതിൽ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കിട്ടി? എനിക്ക് ഫുള്ളാക്കി, ഞാൻ 2-3 എടുത്തു. ബീഫിന് മേലത്തേക്കുള്ള മസാല ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, നാരങ്ങ നീര്, ബീഫിൻ്റെ ഓപ്പറേഷന് മുന്നേ പുറത്ത് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ തുളയിട്ട് ഇഞ്ചെക്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ബീഫിൽ ചെയ്യാൻ പോകുന്നത്. ഇതാ അതിലടുത്ത് നമ്മളിതാ ബീഫിൻ്റെ മസാല സെറ്റ് വലുതാണ്. അങ്ങനെ ഇവിടെ പൊന്തി വരുന്നുണ്ട്. നമുക്ക് മസാല ഇട്ട് അടച്ചു വെക്കാം. നമ്മുടെ ഈ ഹോള് നമുക്കിവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത തുളയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇഞ്ചെക്ട് ചെയ്യാം. അവിടെ ചെറിയൊരു ഹോട്ടി ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. നമുക്ക് എല്ലാം കരുതാം. അയ്യോ, അപ്പോൾ അങ്ങനെ നമ്മൾ 4-മത്തേതാ സിറിഞ്ചി കയറ്റിയ മസാലയും നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് സ്റ്റിച്ചിട്ട് സെറ്റാക്കി. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്ത് പുഴുക്കി അങ്ങോട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. വെള്ളവും തിളക്കാനാണ്. നമ്മൾ സ്റ്റീം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മുടെ സ്പൈസസിൻ്റെ കിഴി നമുക്കിതിലിടാം. അപ്പോൾ ബട്ടർ തേച്ച് നമ്മുടെ ഈ തട്ട് അങ്ങോട്ട് നമുക്കിതിൽ ഇറക്കാം. അങ്ങനെ നമ്മളെ ബീഫ് നമുക്കിതെങ്ങനെ ഇറക്കി കൊടുക്കാം. അങ്ങനെ കറക്റ്റ് വെച്ചിട്ടാണ്.
ഇഡ്ഡലി ചട്ടി നമുക്കൊന്ന് അടച്ചേക്കാം. അപ്പോൾ നമ്മൾ 3 മണിക്കൂറായിട്ട് ഇതിങ്ങനെ വേവിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് അകത്തുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വേണം അകത്ത് എന്താണെന്ന് നോക്കാൻ. ഊഫിൻ്റെ മോനെ നല്ല മണം അടിക്കുന്നില്ലേ. അപ്പോൾ 3 മണിക്കൂറായിട്ടുള്ളൂ. നമുക്കപ്പോൾ ഇത് 3 മണിക്കൂർ ഇമാരി നമുക്ക് വെള്ളം ഒന്ന് പറ്റിട്ട് നോക്കാം അല്ലേ. ഇപ്പം വെള്ളം ഒന്നും പോയിട്ടില്ല. നമ്മുടെ പട്ട ഗ്രാമ്പൊക്കെ അവിടെ നന്നായി മുങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് ഒന്നും വെക്കാം അല്ലേ. വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ. അതെ. അപ്പോൾ ഇതൊരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. എല്ലൊക്കെ അങ്ങനെ ഇറച്ചിയൊക്കെ എല്ലിന്ന് മാറി നിൽക്കണം. എന്തായാലും നമ്മൾ ഇനി 2 മണിക്കൂറും കൂടെ നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അടച്ചോ. അപ്പോൾ 5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബീഫ് സ്റ്റീം ചെയ്ത് എന്തായെന്ന് അറിയില്ല. നമുക്ക് തുറന്ന് നോക്കാം. അതെ. ചൂടുണ്ടോ സൂര്യ? കല്ല് വിടില്ല. ഇത് ചൂടും കേട്ടോ. തുറക്കട്ടെ. അയ്യോ പുക വരുന്നുണ്ട്. കുടിച്ചോ. നീ രണ്ടുപേരും ഒന്നിച്ചെടുത്തോ. അയ്യോ അപ്പൊ 5 മണിക്കൂറൊക്കെ കത്തിച്ചതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. നല്ല പുകയാണ്. നമുക്ക് ഈ സാധനം ഒന്ന് എടുത്ത് താഴെ ഇറക്കി വെക്കാം. ചട്ടി റെഡിയല്ലേ? 1 2 3. അപ്പോൾ സംഭവം നല്ല പഞ്ഞു പോലെ വെന്തുണ്ട് അല്ലേ. സുഖം നമുക്ക് എടുത്ത് ടേസ്റ്റ് എടുക്കല്ലേ. പിടിച്ചോ. അയ്യോ. അപ്പൊ ഇത് ഇതേ കോലത്തിൽ തന്നെ ഇറക്കി വെക്കാൻ പറ്റുന്നൊന്നും തോന്നിയില്ല അല്ലേ. എടുക്ക്. ചൂട് പോയി. എടുക്കട്ടെ. അടുത്തെടുത്തോ. ചൂടുണ്ടോ? ഒരു തുണി ചെറുതായിട്ട് ചൂടുണ്ട്. എല്ലാം അമ്മ വിലസുകളെ അടിപൊളി സംഭവം. എല്ലാം കൂടെ പുറത്തു വന്നു. ഇനിയിപ്പോൾ നമുക്ക് പീസാക്കണ്ട. ടേസ്റ്റ് ചെയ്യില്ല അങ്ങനെ. അപ്പോൾ 5 മണിക്കൂർ സ്റ്റീം ചെയ്ത വെച്ചാൽ നമ്മുടെ ബീഫ് അല്ലേ സുഖല്ലേ, ഇഞ്ചെക്ട് ചെയ്ത ബീഫ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. വാ. അപ്പോൾ നമ്മൾ ഈ പീസ് നോക്കാം. വേവ് നോക്കില്ലേ, അത് എടുത്തവിടെ പൊളിഞ്ഞ് അല്ലേ. എന്താ സോഫ്റ്റ്. കെച്ചപ്പ് ഇട്ടിട്ടു സൈഡിലിട്ടു. എടുത്തോ. എങ്ങനെ പൊളിയല്ലേ സംഭവം പോലെ രക്ഷയില്ലാതെ. ഓ നോക്ക് എന്താ രക്ഷയില്ല. അറബികൾ ഉണ്ടാക്കിയ സാധനം പോലെ അടിപൊളി. ജാസിലെ കോളി ഒന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടോ. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് സാധനം. സംഭവം നമ്മളെ സുഖല്ലേ. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ഇതില്ലേ ബട്ടർ ഉള്ളിലുണ്ട് കിടക്കുന്നുണ്ട്. നോക്കുതാ വേണ്ടാ. ആ ഉള്ളിൽ ബട്ടർ കയറിയപ്പോൾ പെട്ടെന്ന് സൂപ്പറായി വെന്ത്. ഇതൊക്കെ അങ്ങനെ എടുത്തതാ. ആഹാ. ഇത് നമുക്കില്ലേ ഇത് ആക്കാം. മൈനസിൽ കുറച്ച് വെന്തതുകൊണ്ട് കഴിക്കാനുള്ള ഒരു ആവശ്യമില്ല. ഐസ്ക്രീം പോലെ പോണ നമ്മളെ ശരിക്കും ഇത്ര വിചാരിച്ചില്ലേ സുഖല്ലേ, ഇത്ര വിചാരിച്ചില്ല. അപ്പൊ നമ്മൾ 5 മണിക്കൂറോളം ഇത് സ്റ്റീം ചെയ്തിട്ട് ഇത്ര വേഗം നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് സംഭവം പൊളി, അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. നമ്മൾ വിചാരിച്ചു ഇത്ര അടിപൊളി. അമ്മാരി പറഞ്ഞ ഒരു രക്ഷയില്ല. ഇല്ല ജനമ എങ്ങനെയുണ്ട്? സൂപ്പർ സംഭവം. ഒന്നും പറയാനില്ല. ഐസ്ക്രീം എടുത്ത് അലിഞ്ഞു പോകാൻ വായിലിട്ട് അലിഞ്ഞു പോകാൻ. അപ്പൊ അത്രയും വേഗം അടിപൊളിയില്ലേ സംഭവം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ചത് നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി ഒരു കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ സ്റ്റീം ചെയ്തപ്പോൾ ആദ്യമായിട്ട് എങ്ങനെ പരീക്ഷണം ആകുമ്പോൾ
വിജയിച്ച് മാക്സിമം അടിപൊളി ഒരു രക്ഷയില്ല. ഞാൻ പ്രതീക്ഷയില്ല എങ്ങനെയാണ് അങ്ങനെയാവുന്നില്ലേ?